കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാട്സാപ്പിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗൂഗിൾ പേയിൽ പുതിയതായി വന്ന ഒരു ഫീച്ചർ ഉപയോഗിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പെട്ടെന്ന് നഷ്ടപ്പെടുമെന്നും അതൊരു വലിയ സ്കാം ആണെന്നുമാണ് ഈ സന്ദേശത്തിലൂടെ ഒരാൾ അവകാശപ്പെടുന്നത്. ഈ സന്ദേശം കേട്ട് പലരും ഭയപ്പെട്ട് തങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യുന്ന അവസ്ഥയുമുണ്ട്. എന്നാൽ സത്യം എന്തെന്ന് വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആ വോയിസ് മെസ്സേജിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വസ്തുതാ വിരുദ്ധമാണ്. ഗൂഗിൾ പേ സുരക്ഷിതമായി അവതരിപ്പിച്ച UPI സർക്കിൾ അഥവാ പോക്കറ്റ് മണി ഫീച്ചറിനെ കുറിച്ചാണ് യാതൊരു അറിവുമില്ലാതെ ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത്. സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തവർ ഇത്തരം തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് സാധാരണക്കാരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്പ് തുറക്കുമ്പോൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ നടത്തിയ ആളുടെ പേരിനടുത്തായി 2 പേർ കൈ പിടിച്ചു നിൽക്കുന്ന ഒരു ചെറിയ ചിഹ്നവും അതിനൊപ്പം പോക്കറ്റ് മണി എന്ന എഴുത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടിട്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. കാരണം ഇത് നിങ്ങളുടെ പണം മോഷ്ടിക്കാനുള്ള ഒരു സംവിധാനമല്ല. പകരം സ്വന്തമായി ബാങ്ക് അക്കൗണ്ടോ ഡെബിറ്റ് കാർഡോ ഇല്ലാത്ത നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കോ പ്രായമായവർക്കോ സുരക്ഷിതമായ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഔദ്യോഗികമായ ഒരു ഫീച്ചറാണ്. സാധാരണ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. എന്നാൽ കുട്ടികൾക്ക് പലപ്പോഴും അക്കൗണ്ട് ഉണ്ടാകില്ല. ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഗൂഗിൾ പേ ഈ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. വോയിസ് മെസ്സേജിൽ ഭയപ്പെടുത്തുന്നത് പോലെ ഇതിലൊന്ന് തൊട്ടാലുടൻ നിങ്ങളുടെ അക്കൗണ്ടിലെ പണം മുഴുവൻ ആരോ കൊണ്ടുപോകും എന്നതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. നിങ്ങൾ ബോധപൂർവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ അക്കൗണ്ടുമായി കുട്ടികളുടെ നമ്പറോ മറ്റോ ലിങ്ക് ചെയ്താൽ മതിയാകും. ഈ ഫീച്ചറിന്റെ പ്രവർത്തന രീതിയും സുരക്ഷാ ക്രമീകരണങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രധാനമായും 2 രീതിയിലാണ് ഇത് ക്രമീകരിക്കാൻ സാധിക്കുക. ആദ്യത്തേത് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയാണ്. അതായത് കുട്ടികൾക്ക് ഒരു മാസം ചിലവാക്കാൻ ഒരു നിശ്ചിത തുക, ഉദാഹരണത്തിന് 2000 രൂപയോ 5000 രൂപയോ നിങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിക്കാം. ഈ തുകയ്ക്കുള്ളിൽ നിന്ന് മാത്രമേ അവർക്ക് പണം ചെലവാക്കാൻ സാധിക്കൂ. രണ്ടാമത്തെ രീതി കൂടുതൽ സുരക്ഷിതമായ ഒന്നാണ്. കുട്ടികൾ എവിടെയെങ്കിലും പോയി പണം നൽകുമ്പോൾ ഓരോ തവണയും നിങ്ങളുടെ ഫോണിൽ അനുവാദം ചോദിച്ചുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ അത് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങളുടെ UPI പിൻ അടിച്ചു നൽകിയാൽ മാത്രമേ അവരുടെ ഫോണിൽ നിന്ന് പണം കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ 1 രൂപ പോലും അക്കൗണ്ടിൽ നിന്ന് പോകില്ല എന്നർത്ഥം. ഇതിലൂടെ കുട്ടികൾ എന്തിനൊക്കെയാണ് പണം ചെലവാക്കുന്നത് എന്ന് നിരീക്ഷിക്കാനും അവരെ സാമ്പത്തിക അച്ചടക്കം പഠിപ്പിക്കാനും മാതാപിതാക്കൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ഈ ഫീച്ചർ ഒരു സ്കാം ആണെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന സന്ദേശങ്ങൾ വിശ്വസിക്കുകയോ അത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുകയോ ചെയ്യരുത്. ഗൂഗിൾ പേ ആപ്പ് ഡിലീറ്റ് ചെയ്യേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. ഇത്തരം നൂതന സംവിധാനങ്ങൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് വിവരം ശേഖരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്.